വരുന്നു ദുഃഖനായിക. പാവം കരഞ്ഞു തളർന്നെന്ന് തോന്നുന്നു. മുഖം കണ്ടില്ലേ? ആക്ടിങ് ആക്ടിങ്. ആഘോഷമൊക്കെ കഴിഞ്ഞോ? എന്താഘോഷം? രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? നിങ്ങളുടെ പ്ലാൻ വിജയിച്ചില്ലേ? അതിന്റെ ആഘോഷം വേണ്ടേ? ഞങ്ങളുടെ പ്ലാനോ? പിന്നെ ആരാ അത് ചെയ്തത്? രാഹുലിന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. കീർത്തിയും രാഹുലും ഞങ്ങളെ സംശയിക്കരുത്. സംശയമല്ല, ഉറപ്പാണ്. ഈ വീട്ടിൽ നിന്ന് രാഹുലിന്റെ ഡ്രസ്സ് പാക്ക് ചെയ്തത് ഞാൻ നൽകിയ പലഹാര പാക്കറ്റിനകത്ത് നിങ്ങൾ കരുതി കൂട്ടി മയക്കുമരുന്ന് വെച്ചു. ഞങ്ങളോട് പ്രതികാരം ചെയ്തു. ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. കീർത്തി, ഞങ്ങളല്ല അത് ചെയ്തത്. ഞങ്ങളെ വിശ്വസിക്കണം. നിങ്ങൾക്കെതിരെയുള്ള തെളിവ് കാണിച്ച് അന്നേ റോഷൻ സാറിനോട് സത്യം പറയണമായിരുന്നു. നടന്നതൊക്കെ അറിയിക്കണമായിരുന്നു. ഇനി ക്ഷമിക്കില്ല. എല്ലാം തുറന്നു പറയാൻ പോവാ. നിങ്ങളുടെ സമയം അടുത്തു. നിങ്ങളുടെ കള്ളക്കളി ഇനി നടക്കില്ല. നിങ്ങളാണത് ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും. ജയിലിൽ കിടത്തും രണ്ടിനെയും. നിങ്ങൾ താൽക്കാലികമായി വിജയിച്ചിരിക്കാം, പക്ഷെ അന്തിമ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. കീർത്തി, എന്റെ ജീവിതം നശിപ്പിക്കരുത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒക്കെ തുറന്നു പറയരുത്. നിങ്ങളുടെ കയ്യില് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള തെളിവുണ്ട്. പേടിയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ. നിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താ സത്യം റോഷനോടും വീട്ടുകാരോടും തുറന്നു പറയുന്നുള്ള പേടിയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഞങ്ങളല്ല മയക്കുമരുന്ന് വെച്ചത്. ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം കീർത്തി. ഇങ്ങനൊരു മണ്ടത്തരം ഞങ്ങൾ ചെയ്യൂ. രാഹുലിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതില് ഞങ്ങൾക്കും വിഷമമുണ്ട്. കൊള്ളാം നിങ്ങളുടെ അഭിനയം. അഭിനയൊന്നും അല്ല കീർത്തി, ഞങ്ങൾക്കതിന് നല്ല വിഷമമുണ്ട്. ഇനി കല്യാണി ആയിരിക്കും ഇത് ചെയ്ത്. കല്യാണിക്ക് രാഹുലിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. രാഹുലാണെങ്കിൽ കീർത്തിയുടെ പുറകെ. ആ ദേഷ്യത്തിന് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കല്യാണി ചെയ്തതായിരിക്കോ? സാധ്യതയുണ്ട്. കുറ്റം കല്യാണിയുടെ തലയിലിടാൻ നോക്കണ്ട. അല്ലെങ്കിൽ അനുപമ ചേച്ചി ചെയ്തായിരിക്കോ? കീർത്തിയും രാഹുലും തമ്മിൽ അടുക്കുന്നത് അനുപമ ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. നീ നൽകിയ പലഹാര പാക്കറ്റില് അവര് മയക്കുമരുന്ന് വെച്ചു. നിന്നെയും രാഹുലിനെയും തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാവാം. നീ ആ മയക്കുമരുന്ന് വെച്ചെന്നറിഞ്ഞാ അവൻ നിന്നെ വെറുക്കുമല്ലോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഈ ചതി ചെയ്തത് നിങ്ങൾ തന്നെയാ. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. രാഹുലിന്റെ ജീവിതം കൊണ്ടാ നിങ്ങൾ കളിച്ചത്. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തന്നിരിക്കും. കാത്തിരുന്നു. പ്രശ്നാകോ? നമ്മളെക്കുറിച്ചുള്ള സത്യം തുറന്നു പറയോ? വീഡിയോ കാണിക്കോ? പേടിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു വിരട്ടല് മാത്രമാണ്. മയക്കുമരുന്ന് വെച്ചത് നീയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവുമില്ല അവരുടെ കയ്യിൽ. ആര് ചോദിച്ചാലും കുറ്റവേറ്റ് പറയരുത്, പിടി കൊടുക്കരുത്. കല്യാണി, കീർത്തി, അനുപമ ഇവരിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വിടുന്ന രീതിയിൽ മാത്രമേ ആരോട് സംസാരിക്കാവൂ. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. എന്നിൽ നിന്നൊന്നും പുറത്തു വരില്ല പ്രേം. കീർത്തിയുടെ കരച്ചിൽ ഇനി ഒടുങ്ങാൻ പോകുന്നില്ല. നമ്മുടെ സന്തോഷവും. പാവങ്ങൾ ഇനി എന്തൊക്കെ സമ്മാനം കിട്ടാനിരിക്കുന്നു. ഹലോ ഹലോ അഞ്ജലി, ഞാൻ റോഷന. ഞാൻ നാട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. എന്തിനാ റോഷൻ നാട്ടിൽ വന്നത്? ഞാൻ പറഞ്ഞതല്ലേ വരണ്ടാന്ന്. എല്ലാത്തിലും വലുതെന്റെ അനിയനാ. എനിക്ക് അവനെ പുറത്തിറക്കണം അഞ്ജലി. അവനെ ചതിച്ചവരെ കണ്ടെത്തണം. കണ്ടോ, ഇന്ന് തന്നെ എന്റെ അനിയനുമായിട്ട് ഞാൻ വീട്ടിലെത്തും. അമ്മയുടെ അടുത്ത് വിഷമിക്കണ്ടെന്ന് പറയോ? ശരി.
ജോസഫ് ഫോൺ എടുക്കുന്നില്ല. മണ്ണാങ്കട്ട റോഷൻ നാട്ടിലെത്തി. അയാൾക്കൊരു അപകടവും പറ്റിയില്ല. അനുജനെ പുറത്തിറക്കും, ചതിച്ചവനെ കണ്ടെത്തുമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. കരുതിയിരുന്നോ, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. സാർ, ഇവരുടെ ചോദ്യങ്ങൾ സാർ ആസ്വദിക്കുകയാണോ? ഇവരോട് പോകാൻ പറ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞില്ലല്ലോ മിസ്റ്റർ രാഹുൽ. അവര് ചോദിക്കട്ടെ. രാഹുലിനെ എവിടെ നിന്നാണ് മയക്കുമരുന്ന് കിട്ടുന്നത്? എടാ, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നേ? എങ്ങനെ ഇതൊക്കെ സംഭവിച്ചേ? ഏട്ടാ, ഞാൻ നിരപരാധിയാ. ആരും എന്നെ ചതിച്ചതാ. എന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് ആരും എന്നെ ചതിച്ചു. സർ, ഞാൻ രാഹുലിന്റെ ബ്രദർ റോഷന. വിവരം അറിഞ്ഞ് ദുബായിൽ നിന്ന് വരുവാണ് ഞാൻ. എന്റെ അനുജൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. മയക്കുമരുന്ന് സംഘമായിട്ട് അവന് ബന്ധവുമില്ല. സർ, രാഹുലിനെ പെട്ടെന്നൊന്ന് വിട്ടയക്കണം. അവൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതാ. സർ, അവനെ വിട്ടയക്കണം. അവന്റെ കരിയർ നശിപ്പിക്കരുത്. കരിയർ നശിപ്പിക്കരുതെന്ന് അവനോട് പറയും. ഇവനെ മയക്കുമരുന്നുമായി ഞാൻ കയ്യോടെ പിടിച്ചതാ. രാഹുൽ ഒരു ക്രിമിനലാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ പല ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ? അതാണോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താ പറഞ്ഞേ? കുറെ സമയം ഞാൻ ക്ഷമിക്കുന്നു. സാർ, ഉപദ്രവിക്കുന്നുണ്ടല്ലേ? എടോ, എന്താണോ നോക്കി നിൽക്കുന്നത്? രണ്ടിനും പിടിച്ച് ലോക്കപ്പിലിട്. സർ, ഇവരെ പിടിച്ച് ലോക്കപ്പിൽ അടക്കണ്ടേ, ഞങ്ങളെയല്ല. ആരെ ഇടണം, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നടക്കണ ഇങ്ങോട്ട്. മര്യാദയ്ക്ക് ചേട്ടനും അനിയനും കുറച്ചു ദിവസം ഇതിനകത്ത് കിടക്ക്. ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ താങ്കൾ നടത്തുന്നത് മയക്കുമരുന്ന് കച്ചവടമാണോ? അനുജനും അതിന്റെ ഭാഗമാണോ? വിടറോ അയാളെ. കൊലപാതക കുറ്റത്തിനു കൂടി നിന്റെയൊക്കെ പേര് കേസെടുക്കേണ്ടി വരും എനിക്ക്. നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയല്ലോ. എങ്കിൽ ചെല്ല്. ശരി, പോവാ. നിങ്ങൾക്ക് വേണ്ടത് കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഇനി രണ്ട് സഹോദരന്മാരും ജയിലിനകത്ത് തന്നെ കിടക്കും. ആരാണ് പുറത്തിറക്കുന്നതെന്നൊന്ന് കാണാലോ. എന്തിനാ ഏട്ടൻ ഇങ്ങോട്ട് വന്നേ? വരേണ്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു ബ്ലണ്ടർ ചെയ്യുന്നതിന് മുമ്പ് നീ ഓർക്കണമായിരുന്നു. ഈ ന്യൂസ് ഇപ്പൊ പുറത്തായി കാണും. നശിപ്പിച്ചല്ലോടാ നീ നിന്റെ കരിയർ. ഏട്ടാ, ഞാനതിന് തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ഇങ്ങനൊരു ചതി നടക്കുന്നു സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അതും വീട്ടിൽ നിന്ന്. ആരായിരിക്കും അതിന് പിന്നില്? വീട്ടിൽ നിന്ന് ആര് ചതിക്കാനാ നിന്നെ? അസൂയാലുക്കൾ കുറെ ഉണ്ടല്ലോ. നിന്റെ കരിയർ നശിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ആരോ ചെയ്തതാണിത്. പുറത്തുനിന്ന് ചെയ്താണോ അകത്തുനിന്ന് ചെയ്താണോന്ന് ഏട്ടന് മനസ്സിലാക്കി തരാം. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നശിപ്പിച്ചല്ലോടെ എല്ലാം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർത്തല്ലോ നീ. ഈ വാർത്ത അറിയുന്നോടെ നിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കും. ഒന്നും സംഭവിക്കില്ല, ഏട്ടൻ വിഷമിക്കാതിരിക്കേ. എന്നെ പുറത്തിറക്കാനായിട്ട് ഗൾഫിൽ നിന്ന് പറന്നിറങ്ങിയ ആള് ഇപ്പൊ ലോക്കപ്പിലായി. ഏട്ടന് റിപ്പോർട്ടറിന്റെ മേക്കിട്ട് കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നെ കുറ്റം പറയും, വഴക്കാളിന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ ഏട്ടന്റെ തനി സ്വഭാവം അറിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ ഞാൻ? നിന്നെ വിചാരണ ചെയ്യുന്നത് കണ്ടോണ്ട് നിൽക്കണോ? നിന്നെ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ, എന്തായാലും ഏട്ടൻ വന്നാ നന്നായി. ഇവിടെ എനിക്ക് ബോറടിക്കില്ലല്ലോ. എന്നാലേ നമുക്ക് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ കള്ളക്കേസ് നിന്റെ കരിയറിനെ ബാധിക്കുന്നുള്ള ടെൻഷനിലാ ഞാൻ. അപ്പോഴും അവൻ്റെ ഒരു ചിരി. നീ എപ്പോഴാ ഒന്ന് സീരിയസ് ആവുന്നേ? എപ്പോഴും ഹാപ്പി ആയിരുന്ന ഹെൽത്തി ആവും. ഏട്ടൻ ടെൻഷൻ അടിക്കാതെ. എന്റെ കരിയറിനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാനും ഏട്ടനും ഇപ്പൊ തന്നെ പുറത്തിറങ്ങും. എങ്ങനെ? ഏട്ടൻ കണ്ടോ, കീർത്തി നമ്മളെ പുറത്തിറക്കും. ഏട്ടൻ 6 വരെ എണ്ണുമ്പോഴേക്കും
അവളിവിടെ ഒരു സമർത്ഥനായ അഡ്വക്കേറ്റിനെ കൊണ്ട് എത്തിയിരിക്കും. നമ്മളിവിടെ കിടക്കുമ്പോ അവൾക്ക് സമാധാനത്തോടെ പുറത്തിരിക്കാൻ പറ്റുമോ ഏട്ടാ? നീ ഇവിടെ കിടക്കുമ്പോന്ന് പറ, നമ്മളെ വേണ്ട. കണ്ടുപിടിച്ചു കളഞ്ഞി. മോളെ, ഇനി എന്ത് ചെയ്യും നമ്മൾ? എന്റെ മോന്റെ ജീവിതം പോയല്ലോ മോളെ. ഈ ചതി ചെയ്തവരെ കണ്ടെത്തണം. നിരപരാധിത്വം തെളിയിച്ച് രാഹുലിനെ പുറത്തിറക്കണം. സമയം കളയരുത്. ഇക്കാര്യം ആന്റി അറിഞ്ഞോ? ഇല്ല, അവളെ അറിയിച്ചിട്ടില്ല ഞങ്ങള്. എന്തിനാ വെറുതെ ആ പാവത്തിനെ കരയിപ്പിക്കുന്നത്? രാഹുല് ബാംഗ്ലൂർ എത്തിക്കാണുമല്ലേ? ഏയ്, സമയാവുന്നല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം ഈ വീട് ഉറങ്ങിയതുപോലെ ഇരിക്കും. അവന്റെ ചിരിയും കളിയില്ലാത്ത വീട് എന്തിനു കൊള്ളാം, അല്ലേ രവിയേട്ടാ? രാഹുല് പോയതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ടല്ലേ? പിന്നെ ഇല്ലാണ്ടിരിക്കോ കലാവതി? ആദ്യ മത്സരത്തിൽ തന്നെ രാഹുല് ഗോൾ അടിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ബെറ്റ് വെക്കാനുണ്ടോ? സത്യമാണോ നീ പറയുന്നേ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. ദൈവമേ, എന്തൊക്കെയാ സംഭവിക്കുന്നേ? എന്താ അനുപമ? ആ, എയർപോർട്ടിലേക്ക് പോകും വഴി രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കൈവശം വെച്ചേന്. എന്താ ഞാൻ കേക്കുന്നേ? ആരാ നിന്നോട് കള്ളം പറഞ്ഞേ? ഒരു ഫ്രണ്ടാ വിളിച്ചത്. എന്താ രവിയേട്ട ഇത്? നിങ്ങൾ 3 പേരുമല്ലേ അവന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോയത്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇവള് പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടോ? അത് TV ഓണാക്കിയാൽ അറിയാലോ. വേണ്ട മോളെ, ന്യൂസ് വെക്കണ്ട. എല്ലാം സത്യമാണ്. രാഹുലിന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിരുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ ഇപ്പോ ലോക്കപ്പിലുണ്ട്. ആരോ ചതിച്ചതാ. പുറത്തിറക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? ആരാ എന്റെ കുഞ്ഞിനോട് ഇത് ചെയ്തത്? അമ്മ വിഷമിക്കാതിരിക്കെ. രാഹുലിനെ പുറത്തിറക്കാനായി റോഷൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. നേരെ സ്റ്റേഷനിലേക്ക് പോയി എന്നെ വിളിച്ചിരുന്നു. എല്ലാരും അറിഞ്ഞു. എന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലേ? രാഹുലിന്റെ കൈവശം മയക്കുമരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് രാഹുലിന്റെ കാർ പരിശോധിച്ചത്. രാഹുലിനെ എവിടെ നിന്നാണ് മയക്കുമരുന്ന് കിട്ടുന്നത്? ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. രാഹുലിന്റെ ബാഗിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ദുബായിൽ നിന്നെത്തിയ ജ്യേഷ്ഠൻ റോഷനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ബിസിനസ് സ്ഥാപനങ്ങളുടെ മറവിൽ താങ്കൾ നടത്തുന്നത് മയക്കുമരുന്ന് കച്ചവടമാണോ? അനുജനും അതിന്റെ ഭാഗമാണോ? മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനാണിത്. ഇനി മറ്റൊരു മക്കള് അയ്യോ അമ്മേ, വേഗം മുറി കൊണ്ടുപോയി കിടത്താം. പിടിക്ക്. മോളെ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ മോളെ. രവീന്ദ്രന് സുഖമില്ലല്ലോ. ഞാൻ വരാം മോളുടെ കൂടെ. നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണാം. അദ്ദേഹം വിചാരിച്ച 2 പേരും പുറത്തിറക്കാൻ പറ്റൂ. ഈ സമയത്ത് മുത്തശ്ശൻ വരണമെന്നില്ല. ഞാൻ ചെന്ന് കണ്ടോളാം അഡ്വക്കേറ്റിനെ. കലാവതി ആന്റിക്ക് അധികം നേരം കരയേണ്ടി വരില്ല. രാഹുലും റോഷൻ സാറും ഉടനെ ഇവിടെ എത്തിയിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ആരാ ഈ ചതി ചെയ്തെന്ന്. ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. താൻ ഈ വക്കീലന്മാരെ ഇങ്ങനെ മാറി മാറി കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാറിന് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ?
ഇത് ഡ്രഗ്സ് കേസാണ്. അളവിൽ എത്രയോ കൂടുതലാണ് രാഹുലിന്റെ കൈവശമുണ്ടായിരുന്ന മയക്കുമരുന്ന്. ജാമ്യം കിട്ടാൻ വകുപ്പില്ല. വകുപ്പൊക്കെ നമുക്കുണ്ടാക്കാമല്ലോ സാറേ. എന്തിനാ അയാളുടെ കരിയർ നശിപ്പിക്കുന്നത്? സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടും. ഞാൻ വിചാരിക്കുന്നില്ലെങ്കിലോ? സർ പ്ലീസ്. കീർത്തി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സാറും രാഹുലും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? എന്ത് മുൻവൈരാഗ്യം? അല്ല, സാർ അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്ര തന്നെ. എനിക്കാരോടും വൈരാഗ്യമൊന്നുമില്ല. പിന്നെ ഇത്തരക്കാരെ ഞാൻ നിലയ്ക്ക് നിർത്തും. ഇവന്മാരെ പോലുള്ള ചിലർക്ക് നൽകുന്ന പാഠമാണിത്. സാർ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. അയാൾ നിരപരാധിയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആര് നിരപരാധി? നിയമപരമായി അവരെ ജാമ്യത്തിലെടുക്കാൻ കഴിയില്ലെന്ന് താങ്കൾക്കും അറിയാം. അതുകൊണ്ടാണ് താങ്കൾ പോയിന്റ്സുകൾ നിരത്തിയത്. ഞാനൊന്ന് കണ്ണടയ്ക്കണം, ചെയ്ത കുറ്റം കുറച്ച് കാണിക്കണം, അവന് ജാമ്യം അനുവദിക്കണം, അല്ലേ? സാർ അങ്ങനെ ചെയ്താ നല്ലത്. എന്തിനാ വെറുതെ ഒരു ചെറുപ്പക്കാരന്റെ... നിർത്ത്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. വക്കീൽ സാറിന് പോകാം. ഇവര് മൊത്തം ഫ്രോഡുകളാ. കണ്ടില്ലേ അവന്റെ ചേട്ടൻ മാധ്യമ പ്രവർത്തകരെ തല്ലിയത്? റോഷൻ സാർ ചെയ്തത് ശരിയാണ്. റിപ്പോർട്ടർമാർക്ക് 2 എണ്ണം കൂടി കൊടുക്കേണ്ടതായിരുന്നു. കണ്ടോ, ഇതാണ് പ്രശ്നം. രാഹുലിന്റെ കാര്യം ഞാൻ ഇനി സംസാരിക്കുന്നില്ല. റോഷനെ പുറത്തിറക്കാമല്ലോ, അയാൾക്ക് ജാമ്യം അനുവദിക്കാമല്ലോ. റോഷൻ സാർ ചെയ്തത് വലിയ കുറ്റമൊന്നും അല്ലല്ലോ. സ്വന്തം അനിയനെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ചപ്പോഴാണ് റോഷൻ സാറിന് ദേഷ്യം വന്നത്. നിങ്ങൾ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്തു, രാഹുലിനെ കരുതിക്കൂട്ടി അപമാനിച്ചു. മീഡിയക്കാരെ തടയുന്നതിന് പകരം രാഹുലിനെ വളയാൻ അവസരം കൊടുത്തു. ആരായാലും പ്രതികരിച്ചു പോവും. അതേ റോഷൻ സാറും ചെയ്തുള്ളൂ. റോഷന് ജാമ്യം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. ഞാൻ പോയിന്റ്സ് നിരത്തണോ? റോഷനെ വിടാം, പക്ഷെ മറ്റവൻ ഇവിടെ കിടക്കും. ഇനി വക്കീലന്മാരെ കൂട്ടി ഇങ്ങോട്ട് വരണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? കീർത്തി അഡ്വക്കേറ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? നമുക്ക് പോവാം, ബാക്കി കളി പിന്നീട്. താനവിടെ നിൽക്ക്, തനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. വാ. ഭാഗ്യവാൻ. ഏട്ടൻ ചെല്ല്. ഏട്ടൻ ചെല്ല്. ഏട്ടൻ പുറത്തുണ്ടല്ലോ, ആ ധൈര്യത്തിൽ എനിക്കിവിടെ കഴിയാം. നിന്നെ പുറത്തിറക്കാനാ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അത് ഞാൻ ചെയ്തിരിക്കും ഇപ്പൊ തന്നെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഏട്ടൻ വീട്ടിലേക്ക് ചെല്ല്. അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. കരഞ്ഞ് തളർന്നിരിക്കായിരിക്കും പാവം. അതിന് നീയുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. നീയും എന്റെ കൂടെ ഉണ്ടാവും വീട്ടിലേക്ക്. നിന്റെ ഏട്ടനാണ് ഈ പറയുന്നത്. ഈ കേസേ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. താങ്ക് യു കീർത്തി. ഞങ്ങൾക്ക് വേണ്ടി താൻ നന്നായി ഓടി വേർത്തുല്ലേ. എന്നിട്ടും രാഹുലിനെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലല്ലോ സർ. താങ്കൾക്കിപ്പോ പോകാം. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ ഈ ദയ കാണിച്ചോളണമെന്നില്ല. ഇത് താങ്കളുടെ ദയവല്ല, ഒരൗദാര്യമല്ല. നിയമപരമായി താങ്കൾ എനിക്ക് ജാമ്യം തന്നേ പറ്റൂ. എനിക്ക് മാത്രമല്ല, എന്റെ അനുജനും ജാമ്യം അനുവദിക്കണം. എന്തിനാ ഈ വാശി? താൻ എന്റെ സമയം മെനക്കെടുത്താതെ പോവാൻ നോക്ക്. എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ ജാമ്യം നിഷേധിച്ചത്? ഞാൻ എനിക്കാവുന്ന രീതിയിൽ ട്രൈ ചെയ്തു. മയക്കുമരുന്ന് കേസല്ലേ റോഷൻ. ഐ എം സോറി. താൻ ചെല്ല്, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ പോവും. ഒറ്റയ്ക്കല്ല, കൂടെ എന്റെ അനുജനും ഉണ്ടാവും. ഇത് ഞാൻ അവന് കൊടുത്ത വാക്കാ. താൻ ആരെയാ വിളിക്കുന്നത്? DGPയോ? കമ്മീഷണറെ. ഹലോ റോഷൻ, ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണോ ഞാനീ കേൾക്കുന്നത്?
തന്റെ അനുജന് ഇതെന്ത് പറ്റി? അതിനിടയിൽ താൻ മാധ്യമപ്രവർത്തകരുമായി ഒന്ന് മുട്ടിയല്ലേ? തന്റെ ക്യാരക്ടർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് സർ. ക്ഷമയ്ക്കൊരു പരിധിയുണ്ടല്ലോ. രാഹുൽ നിരപരാധിയാ. അവൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ആരോ അവനെ ചതിച്ചതാ. സാറിന് അറിയാലോ ഇന്ത്യൻ ടീമിൽ അവന് സെലക്ഷൻ കിട്ടിയ കാര്യം. ടീം ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയ്ക്കാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇതവന്റെ കരിയറിനെ ബാധിക്കും. ടീമിൽ നിന്ന് അവനെ ഒഴിവാക്കിയേക്കാം. പെട്ടെന്ന് തന്നെ അവനെ ഒന്ന് പുറത്തിറക്കണം സാർ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. അഡ്വക്കേറ്റ് കൂടെ ഉണ്ടായിരുന്നു. CI രാഹുലിന് ജാമ്യം അനുവദിക്കുന്നില്ല. സാറൊന്ന് ഇടപെടണം. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. സോറി റോഷൻ,